First question, what is the proportion of silica present in the manufacturing of cement? Okay, അപ്പോൾ സിമെന്റ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ അല്ലെങ്കിൽ സിമെന്റിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് കമ്പോണന്റ് ലൈമാണ്. ലൈമിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 60 to 65% ആണ്. നെക്സ്റ്റ് സിലിക്ക ആണ് നമ്മൾ SiO2 എന്ന് പറയുന്നത്. സിലിക്കയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 70 into 25% ആണ്. നെക്സ്റ്റ് നമ്മുടെ കമ്പോണന്റ് എന്ന് പറയുന്നത് അലുമിനയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 3 to 8% ആണ് വരുന്നത്. നെക്സ്റ്റ് അയൺ ഓക്സൈഡിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 3 to 4% ആണ്. നെക്സ്റ്റ് കമ്പോണന്റ് മഗ്നീഷ്യയുടെ പ്രൊപ്പോർഷൻ അറൌണ്ട് 1 to 3% ആണ്. ഓക്കെ, അടുത്തത് ട്രേസസ് എമൗണ്ടിൽ നമുക്ക് ആൽക്കലീസ് ഉണ്ട്. ആൽക്കലീസിന്റെ പ്രൊപ്പോർഷൻ അറൌണ്ട് 0.2 to 1% അറൌണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് സിലിക്ക പ്രസന്റ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്? സിലിക്കയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 70 to 25% ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ, educational buildings are categorized into which group based on occupancy criteria? അപ്പം നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? അതിന്റെ ഒക്യുപ്പൻസി അല്ലെങ്കിൽ അതിന്റെ യൂസേജ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം ബിൽഡിങ്സിനെ എ ടു ഐ, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതില് ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ് ഗ്രൂപ്പ് എയിൽ വരുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിങ്സ് നമ്മുടെ അപ്പാർട്ട്മെന്റ്, ഹോട്ടൽ അതൊക്കെ വരും. ഇനി അടുത്തത് ഗ്രൂപ്പ് ബിയിൽ വരുന്നതാണ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിനെയാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ഗ്രൂപ്പ് ബിയിലാണ് വരുന്നത്. അപ്പൊ ആൻസർ ബി ആണ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് സിയിൽ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ആണ്. ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് അസംബ്ലി ബിൽഡിങ്സ് ആണ്. ഓക്കെ, എഡ്യൂക്കേഷണൽ ബിൽഡിങ്സിൽ എന്തൊക്കെ വരാം? സ്കൂൾ, കോളേജ് ഒക്കെ വരാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിൽ ഹോസ്പിറ്റൽസ് ഒക്കെ വരാം. അസംബ്ലി ബിൽഡിങ്സ് വരുമ്പോൾ തിയേറ്റർ ഒക്കെ വരാം. ഗ്രൂപ്പ് ഇയിൽ വരുന്നത് ബിസിനസ് ബിൽഡിങ്സ് ആണ്. ഓക്കെ, ഓഫീസ്, ബാങ്ക് ഒക്കെയാണ്. അടുത്തത് ഗ്രൂപ്പ് എഫില് മെർക്കൻറ്റൈൽ ബിൽഡിങ്സ് ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഷോപ്പുകളൊക്കെ അതിൽ വരും. അടുത്തത് ഗ്രൂപ്പ് ജിയിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ആണ്. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് വരും ഗ്രൂപ്പ് ജിയിൽ. ഓക്കെ, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് വരും, ഫാക്ടറീസ് ഒക്കെ വരാം. ഗ്രൂപ്പ് എച്ചിൽ സ്റ്റോറേജ് ബിൽഡിങ്സ് വരും, നമ്മുടെ വെയർ ഹൗസ് ഒക്കെ വരും. അടുത്തത് ഗ്രൂപ്പ് ഐയിൽ വരിക ഹസാർഡസ് ബിൽഡിങ്സ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ്. The ratio quotient obtained by dividing the total floor area on all floors by the area of the plot is known as. The ratio is known as floor area ratio. Floor area ratio is also known as floor space index. Okay, and if we ഈ ഫ്ലോർ ഏരിയ റേഷ്യോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ പ്ലോട്ട് ഏരിയ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 600 m² തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്തേക്കാണ്, ഒരു 1.2 എന്ന് ലിമിറ്റ് ചെയ്തേക്കും. അല്ലെങ്കിൽ പെർമിസിബിൾ വാല്യൂ 1.2 ആണെങ്കിൽ നമുക്ക് മാക്സിമം അലവബിൾ ബിൽറ്റപ്പ് ഏരിയ അല്ലെങ്കിൽ എന്താ ഏരിയ ടോട്ടൽ ഫ്ലോർ ഏരിയ ഓൺ ഓൾ ഫ്ലോർസ് അല്ലെങ്കിൽ മാക്സിമം ബിൽറ്റപ്പ് ഏരിയ അലവബിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും? 600 into അറൌണ്ട് 1.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് 1.2 നമ്മൾ എടുത്ത ഈ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്ന വാല്യൂ ഓരോ സോണിംഗ് റെഗുലേഷൻസിന് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ടൈപ്പിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഗൈഡ് ലൈൻസിനനുസരിച്ചിട്ടൊക്കെ മാറിയിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഹയർ ഫ്ലോർ ഏരിയ റേഷ്യോ സാധാരണ യൂസ് ചെയ്യുന്നത് ടോളർ ബിൽഡിങ്സിലാണ്. അർബൻ ഏരിയാസിലൊക്കെ വരുന്ന ടോളർ ബിൽഡിങ്സിലാണ് നമ്മൾ ഈ ഹയർ ഫ്ലോർ ഏരിയ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ അറിയാലോ, ഓപ്ഷൻ എ. ഇനി ഇതിന് പകരം ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് വന്നാലും അത് ആൻസർ ആയിട്ട് ചൂസ് ചെയ്തോണം. ഓക്കെ, what is the BIS recommended standard size of modular bricks? Standard size of modular bricks എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 19 cm by 9 cm by 9 cm ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 20 cm by 10 cm by 10 cm ഈ സൈസിന് പ്രത്യേകത ഉണ്ട്. ഈ സൈസിന് എന്താ പറയാ? നോമിനൽ സൈസ് ഓഫ് modular bricks. ഓക്കെ.
What is the proportion of CaO? Lime. CaO is nothing but lime. Lime present in the manufacturing of cement. Manufacturing of cement ലൈമിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് നമ്മൾ പഠിച്ചല്ലേ 60-65% ആണ് ലൈം ഉള്ളത്. 17-25% ആരായിരുന്നു സിലിക്ക. ഓക്കെ, പിന്നെ നമ്മൾ മറ്റേ കോമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. അലുമിന 3-8% പറഞ്ഞു, അയൺ ഓക്സൈഡ് അറൌണ്ട് 3-4%, മഗ്നീഷ്യ 1-3% പറഞ്ഞു, പിന്നെ ആൽക്കലീസ് അറൌണ്ട് 0.2-1%. അപ്പം നമുക്ക് ലൈമാണ് 60-65% ഉള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് സിമെന്റ്, what is the permissible maximum limit for total loss on ignition? Okay, നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS കോഡ് പ്രകാരം നമുക്ക് 3 ടൈപ്പ് സിമെൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഒന്ന് ഗ്രേഡ് 53, വേറൊന്ന് ഗ്രേഡ് 43, ഗ്രേഡ് 33. ഓക്കെ, അപ്പോൾ ഇതിൽ ലോസ് ഓഫ് ഇഗ്നിഷൻ ഫോർ ഗ്രേഡ് 53 സിമെന്റ് ഷുഡ് നോട്ട് എക്സീഡ് 4% എന്നാണ് ക്ലോസ്. 43 and 33% it should not exceed 5% എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ജനറലി കോമൺ ആയിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നത് ഗ്രേഡ് 43 ആണ്. ഹയർ സ്ട്രെങ്ത് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ 53 ഗ്രേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ഈ ലോസ് ഓഫ് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ വെയിറ്റ് ലോസ് when the cement is heated to 900 to 1000 degree Celsius. നമ്മൾ സിമെന്റ് എടുത്തിട്ട് അതിനെ ഒരു 900 to 1000 degree Celsius വരെ ചൂടാക്കും. ചൂടാക്കിയിട്ട് നമ്മൾ അതിൽ എത്ര ലോസ് ഉണ്ടാകുന്നു, എത്ര വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോസ് ഓഫ് ഇഗ്നിഷൻ ഉണ്ടാകുന്നത് പ്രൈമറിലി ഉണ്ടാകുന്നത് ഇവാപ്പറേഷൻ, അല്ലെങ്കിൽ മോയ്സ്ചർ ഒക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എസ്കേപ്പ് ചെയ്ത് പോവുക, ഇതുകൊണ്ടൊക്കെയാണ് ലോസ് ഓഫ് ഇഗ്നിഷൻ ഉണ്ടാകാവുന്നത്. ഓക്കെ, the quality building stone should possess adequate crushing strength to withstand the load of the superstructure. Typically, what minimum value should this crushing strength not fall below? Crushing strength ന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1000 kg/cm². ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി ഈ ക്രഷിംഗ് സ്ട്രെങ്ത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹാർഡ്നെസ്, അതായത് സ്റ്റോണിന്റെ കമ്പോണൻസിന്റെ ഹാർഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ മിനറൽ പ്രപ്പോർഷനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ മിനറൽ പ്രപ്പോർഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ കൊഹീഷൻ, അതിന്റെ പൊറോസിറ്റി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ക്രഷിംഗ് സ്റ്റോൺ അറൌണ്ട് ഏത് റേഞ്ചിലായിരിക്കും വരിക? 2.4 to 2.8 റേഞ്ചിലാണ് സ്പെസിഫിക് ഗ്രാവിറ്റി വരിക. ഓക്കെ, the portion of brick obtained by cutting off the triangular piece between center of one end and center of one side. Answer is king closer. അപ്പോൾ നമ്മൾ ഈ കിങ് ക്ലോസർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സെൻറ്റർ ഓഫ് വൺ എൻഡ്, ഇതാ എൻഡ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും സെൻറ്റർ ഓഫ് വൺ സൈഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കുലർ പീസാണ് നമ്മൾ ബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, ഇനി ബിവെൽഡ് ക്ലോസർ. ബിവെൽഡ് ക്ലോസർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഫുൾ ലെങ്ത് ഓഫ് ബ്രിക്കിനെ നമ്മൾ ചാംഫർ ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഫുൾ ലെങ്ത് ഓഫ് ബ്രിക്കിൽ. ഓക്കെ, അപ്പോൾ ഈ ബിവെൽഡ് ക്ലോസർ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻഡിൽ നമുക്ക് ഫുൾ വിഡ്ത്ത് ആയിരിക്കും, മറ്റേ എൻഡിൽ നമുക്ക് ഹാഫ് വിഡ്ത്ത് ആയിരിക്കും ഉള്ളത്. ഓക്കെ, പിന്നെ അടുത്തതാണ് മിട്രഡ് ക്ലോസർ. ഇവിടെ നമ്മൾ ഒരു എൻഡ് ഫുള്ള്, മറ്റേ ഈ സൈഡിൽ ക്വാർട്ടർ പോർഷനിൽ അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് മിട്രഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബാറ്റ്. ബാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ബാറ്റിൽ ഒരു ഫുൾ ബ്രിക്ക് ഉണ്ട്, ഒരു ഫുൾ ബ്രിക്ക് നമുക്കുണ്ട്, അതിൻ്റെ ഹാഫ് കട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പോർഷൻ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ഹാഫ് ബാറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ കിങ് ക്ലോസർ. ക്വസ്റ്റ്യൻ എന്താണ്? ദ പോർഷൻ ഓഫ് ബ്രിക്ക് ഒബ്റ്റെയിൻഡ് ബൈ കട്ടിംഗ് ഓഫ് ദ ട്രയാങ്കുലർ പീസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് വൺ എൻഡ് ആൻഡ് സെൻറ്റർ ഓഫ് വൺ സൈഡ്. എന്താണ് അതിന് പറയുന്നത്? കിങ് ക്ലോസർ. ഓക്കെ, ഇനി ഒരെണ്ണോടുണ്ട് ക്വീൻ ക്ലോസർ ഉണ്ട്. ക്വീൻ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ സെൻറ്ററിൽ കൂടി ഹാഫായിട്ട് കട്ട് ചെയ്യുക. ഇതിനാണ് നമ്മൾ ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനൊരു പോർഷൻ നമുക്ക് കിട്ടും. ഓക്കെ,
കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാഫ് പോർഷൻ, അതിനാണ് ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വാട്ട് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ്? ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS കോഡ് 4031 പാർട്ട് 11 1988 സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റിന്റെ വാല്യൂ ടിപ്പിക്കലി അറൌണ്ട് 3.15 എന്നാണ് നമുക്ക് കോഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഇതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. What are the complex compounds formed during the burning process that play a crucial role in the setting and hydration of cement? അപ്പം ഈ കോംപ്ലക്സ് കോമ്പൗണ്ട്സ്, അതായത് സെറ്റിംഗ് ആൻഡ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലക്സ് കോമ്പൗണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ബോക്സ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ബോക്സ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറേറ്റ്. ഇങ്ങനെ 4 ബോക്സ് കോമ്പൗണ്ട്സ് ആണ് മെയിൻലി ഉള്ളത്. ഇതിൽ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഏർലി സ്ട്രെങ്ത് ഗെയിനും റാപ്പിഡ് ഹാർഡനിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ C2S അല്ലെങ്കിൽ ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈം സ്ട്രെങ്ത് ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ C3A ട്രൈകാൽഷ്യം അലൂമിനേറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ C4AF ആണ്. C4AF എന്ന് പറയുന്നത് ചെറിയ സ്ട്രെങ്ത് കൊടുക്കും, പിന്നെ അതിന്റെ ഈ സിമെന്റിന്റെ കളറിനെയും അതിന്റെ ഡ്യൂറബിലിറ്റിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്നൊരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ് C4AF എന്ന് പറയുന്നത്. Next question. The common defect found in timber when the timber is stored for a larger time and may have a curve along its length. Okay, അപ്പം നമ്മുടെ ടിമ്പറിന് ഉണ്ടാകുന്ന കോമൺ ഡിഫക്ട്സ് ആണ് കപ്പ്, ബോ, സ്പ്ലിറ്റ്, ചെക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കർവ് ഉണ്ടാവുക. ഓക്കെ, ടിമ്പറിന് ഒരു കർവ് ഉണ്ടാവുക. പക്ഷേ ഈ കർവ് ഉണ്ടാകുന്നത് എലോങ് ദ വിഡ്ത്ത് ഓഫ് ദ ടിമ്പറിലാണ്. ഓക്കെ, അത് ലെങ്തിലല്ല, വിഡ്ത്തിലാണ് നമുക്കിങ്ങനെ കർവ് ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? അപ്പം കപ്പല്ല നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ബോ. ഈ ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവേച്ചർ എലോങ് ദ ലെങ്ത് ഓഫ് ടിമ്പർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ടിമ്പർ ഉണ്ട്, അവൻ്റെ എലോങ് ലെങ്തിനുണ്ടാകുന്ന ആ കർവേച്ചറാണ് നമ്മൾ ബോ എന്ന് പറയും. അപ്പം ഇതൊരു ആർച്ച് ഷേപ്പിലൊക്കെ ബെൻഡ് ചെയ്യും. അപ്പം എലോങ് ലെങ്ത് ആണ് ഈ ബെൻഡ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ബോ എന്താണ് നമ്മുടെ ആൻസർ ആണ്. ഇനി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രാക്കാണ്. ഈ ക്രാക്ക് ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ക്രാക്കിനാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാക്ക് ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല, ചെറിയൊരു പോർഷനിൽ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യത്തുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചെക്ക് ഉണ്ടാകുന്നത് നമുക്ക് ഷ്രിങ്കേജ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. സീസണിങ് ടൈമിലൊക്കെ ഷ്രിങ്കേജ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ചെക്ക് ഉണ്ടാകുന്നത്. ഈ സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടാകുന്നത് എക്സസീവ് സ്ട്രെസ്, ഡ്രൈയിങ് ടൈമിലൊക്കെ എക്സസീവ് സ്ട്രെസ് വരുന്നതുകൊണ്ടാണ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എലോങ് ലെങ്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ കർവ് ഉണ്ടാകുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ബോ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സൾഫേറ്റ്സ്? ഓക്കെ, അപ്പം സൾഫേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൾഫേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സൾഫേറ്റ് നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചറുകളെ അറ്റാക്ക് ചെയ്യുന്നതിന് സൾഫേറ്റ് അറ്റാക്ക് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഈ സൾഫേറ്റ് അറ്റാക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകണമെങ്കിൽ ട്രൈകാൽഷ്യം അലൂമിനേറ്റിൻ്റെ കണ്ടന്റ് സിമെൻറ്റിൽ ലോ ആയിട്ട് വെക്കണം. ഓക്കെ, അത് എത്ര ലോ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ടിപ്പിക്കലി കെപ്റ്റ് ബിലോ 5%. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ഓഫ് ദ സോയിൽ ഈസ് ഓൾവേസ്. ഓക്കെ, അപ്പം യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റിനെ നമ്മൾ CU എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
അപ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്താണ് മെഷർ ചെയ്യുന്നത്? റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഇൻ സോയിൽ സാമ്പിൾ. ഓക്കെ, നമ്മുടെ സോയിൽ സാമ്പിളിൽ ഏതൊക്കെ പാർട്ടിക്കിൾ സൈസ് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ മെഷറാണ് എന്ത്? നമ്മുടെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ എന്താണ്? CU is equal to D60 divided by D10 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ D60 എന്ന് പറഞ്ഞാൽ എന്താ? particle dia at which 60% of soil sample is finer. ഓക്കെ, അതായത് 60% ഓഫ് സാമ്പിളും ആ ഡയമീറ്ററിനെക്കാട്ടിലും അല്ലെങ്കിൽ ആ സൈസിനെക്കാട്ടിലും താഴെയായിരിക്കും. D10 എന്ന് പറഞ്ഞാൽ 10% പാർട്ടിക്കിൾസേ ആ ഡയമീറ്ററിൽ താഴെയുള്ളൂ. ഓക്കെ, ആ സൈസിനാണ് D60, D10 എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂണിഫോംലി ഗ്രേഡഡ് സോയിലിന് നമുക്ക് എന്തായിരിക്കും? CU അല്ലെങ്കിൽ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഒരു വെൽ ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ സാൻഡി പാർട്ടിക്കിൾസ് ആണ്, വെൽ ഗ്രേഡഡ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ഗ്രേറ്റർ ദാൻ 6 ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള ഗ്രാവലിന് യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആണ്. ഓക്കെ, അപ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റിൻ്റെ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഓപ്ഷനിൽ നിന്ന് പറയാൻ പറ്റുന്നത്? ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What word is used to describe the moisture level in soil that marks the boundary between its liquid and plastic states? അപ്പം നമ്മുടെ വോളിയം മോയ്സ്ചർ കണ്ടന്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലാണെങ്കിൽ സോയിൽ ഏത് സ്റ്റേറ്റിലായിരിക്കും? അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി നമ്മുടെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ചിട്ട് വോളിയം റെഡ്യൂസ് ആവുന്നുണ്ട്. ഒരു പോയിന്റിൽ എത്തുമ്പം അത് ഏത് സ്റ്റേറ്റിലോട്ട് മാറും? ലിക്വിഡ് ലിമിറ്റിലാവും. ഓക്കെ, വാട്ടർ കണ്ടന്റ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് ആകും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ എന്താണ്? പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഇടയിലുള്ള ബൗണ്ടറിക്ക് എന്താണ് പറയുന്നത്? ലിക്വിഡ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ റേഷ്യോ ഓഫ് ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോയിൽ മാസ്? അപ്പം വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോയിൽ മാസിന് നമ്മൾ പറയുന്നത് എന്താ? വോയിഡ് റേഷ്യോ. അപ്പം ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കിയേ, എയർ കണ്ടന്റ് എന്താണ്? എയർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഓക്കെ, ഇനി പോറോസിറ്റി എന്ന് പറഞ്ഞാലോ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് പോറോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, next question. The efficiency of a Carnot engine operating with reservoir temperatures of 100 degrees Celsius and minus 23 degrees Celsius. Okay, അപ്പം ടെമ്പറേച്ചർ നമുക്ക് T1 എടുക്കാം. T1 100 degree Celsius ആണെങ്കിൽ അത് എത്ര കെൽവിൻ ആണ്? 273 plus 100, അതായത് 373 കെൽവിൻ ആണ് T1 എന്ന് പറയുന്നത്. T2 എന്ന് പറയുന്നത് minus 23 degree Celsius ആണ്. അപ്പം minus 23 plus 273 എത്ര വരും? 250 കെൽവിൻസ് ആണ്. ഓക്കെ, 250 കെൽവിൻ ആണ് T2 എന്ന് പറയുന്നത്. ഇനി എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? T1 minus T2 divided by T1. ഓക്കെ, അപ്പോൾ T1 എന്ന് പറയുന്നത് 373 മൈനസ് T2 എന്ന് പറയുന്നത് 250 ഡിവൈഡഡ് ബൈ T1 373. അപ്പോൾ എത്ര വരും? 123 ഡിവൈഡഡ് ബൈ 373 എന്ന് വരും. 32.9% ആണ് ആൻസർ. അപ്പം അതിന് മാക്സിമം മാച്ചിങ് ആയിട്ട് വരുന്ന ആൻസർ 33% ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Dual cycle is more efficient than Otto cycle for a given compression ratio. Next statement. Otto cycle is more efficient than diesel cycle for a given compression ratio.
Third statement, for a given compression ratio, both Otto cycle and diesel cycle have same efficiency. അപ്പം ഒരു given compression ratioയ്ക്ക് efficiency എന്ന് പറയുന്നത് efficiency of Otto cycle should be greater than efficiency of dual cycle and that should be greater than efficiency of diesel cycle. Okay, അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അവിടെ എന്താ പറയുന്നത്? ഡ്യുവൽ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഓട്ടോ സൈക്കിൾ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല, തെറ്റാണ്. ഇനി അടുത്ത എന്താ? ഓട്ടോ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഡീസൽ സൈക്കിൾ. ഓക്കെ, അപ്പം ഓട്ടോ സൈക്കിള് ഡീസൽ സൈക്കിളിനെക്കാളും എഫിഷ്യന്റ് ആണ്, അതുകൊണ്ട് ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് പറയുന്നത് ഗിവൺ കംപ്രഷൻ റേഷ്യോയ്ക്ക് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളിനും സെയിം എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Okay, next question. Which of the following does not describe diesel cycle? അപ്പം ഡീസൽ സൈക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ PV ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ വൺ ടു എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. 2-3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ്. 3-4 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. 1-4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ഓപ്ഷൻ സി കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ എന്നുള്ള ഓപ്ഷൻ ആണ് ഡീസൽ സൈക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാത്തത്. ബാക്കി ABC ലിമിറ്റഡ് മാക്സിമം ടെമ്പറേച്ചർ, ഹൈ കംപ്രഷൻ റേഷ്യോ, നോർ സ്പാർക്ക് പ്ലഗ് നീഡഡ്, ഇതെല്ലാം ഡീസൽ സൈക്കിളിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, a two-stroke cycle engine gives how many power strokes compared to four-stroke cycle engine at the same engine speed? Two-stroke engine four-stroke engine തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു two-stroke engine 1 പവർ സ്ട്രോക്ക് പെർ ക്രാങ്ക് റെവല്യൂഷൻ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു 4-stroke engine ആണെങ്കിൽ 1 പവർ സ്ട്രോക്ക് പെർ 2 ക്രാങ്ക് റെവല്യൂഷൻ ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Two-stroke engine has double power strokes at the same engine speed എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of brake power to indicated power is called. അപ്പം റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ എന്ന് പറയുമ്പോൾ ഡെലിവേർഡ് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ആൻ IC എഞ്ചിൻ, അതിനാണെങ്കിൽ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസി എന്താണ്? വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ വോളിയം ഓഫ് എയർ ദാറ്റ് ഗോസ് ടു ദ സിലിണ്ടർ ടു ദ സ്വെപ്റ്റ് വോളിയം ഓഫ് ദ സിലിണ്ടർ എന്നാണ് നമ്മൾ എന്ത് പറയാം? വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുക. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് പവർ ടു ഫ്യൂവൽ പവർ. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ ടു ഫ്യൂവൽ പവറിനാണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാലോ? ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഫ്യൂവൽ എനർജി ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. Next question, the lowest temperature at which the oil ceases to flow when cooled is known as. Okay, അപ്പം അതായത് ഓയിൽ സീസസ് ടു ഫ്ലോ, അതായത് ഫ്ലോ പ്രോപ്പർട്ടി നിൽക്കുന്നു, അവിടെ വരുന്ന ആ ഏത് ലോവസ്റ്റ് ടെമ്പറേച്ചറിലാണോ ഇങ്ങനെ സംഭവിക്കുന്നത് ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് പോർ പോയിന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പോർ പോയിന്റ് വരുമ്പം ലിക്വിഡ് എന്താകും? ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറും. ഓക്കെ, അതൊരു സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കുറയും. ഓക്കെ, അതൊരു സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറിയിട്ട് അതിൻ്റെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് കുറയും. ആ പോയിന്റാണ് നമ്മൾ പറയുന്നത് എന്ത്? പോർ പോയിന്റ്, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിനാണ് നമ്മൾ പോർ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ലിക്വിഡിൽ നിന്ന് വേപ്പേഴ്സ് ഉണ്ടായി, ആ വേപ്പേഴ്സ് മൊമെന്ററിലി ഒന്ന് ഇഗ്നൈറ്റ് ആവുക, അതായത് ഒരു ഫ്ലെയിമോ ഒരു സ്പാർക്കോ ഒക്കെ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ, അതായത് ഒരു ചെറിയൊരു മൊമെന്റിൽ അത് സംഭവിക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഫ്ലെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് നേരം ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ഇഗ്നൈറ്റിംഗ് സോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിംസ് എന്ത് ചെയ്തില്ല? കുറച്ച് നേരം ഒന്നും നിൽക്കത്തില്ല. അതാണ് ജസ്റ്റ് ഒരു ഫ്ലാഷ് വരിക, അതിനാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്താണ് ഫയർ പോയിന്റ്. ഫയർ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും
നമ്മുടെ വേപ്പേഴ്സ് ഓഫ് ലിക്വിഡ് കുറച്ച് നേരം ഇഗ്നേറ്റ് ചെയ്ത് നിൽക്കും. ഒരു ബേൺ ചെയ്തൊരു 5 സെക്കൻഡ്സ് അറൗണ്ട് ഇത് നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇഗ്നേറ്റിംഗ് സോഴ്സ് റിമൂവ് ആയി കഴിയുമ്പോഴത്തേനും ഒരു 5 സെക്കൻഡ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് പോവുള്ളൂ. അത്രയും നേരം നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫയർ കാണാൻ പറ്റും. ഇനി അടുത്താണ് ക്ലൗഡ് പോയിന്റ്. ക്ലൗഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും സാധാരണ ഇത് ഓയിൽസ്, ഫ്യൂവൽ ഇതിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈ ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഒരു വാക്സ് ക്രിസ്റ്റൽ പോലെ ഫോം ചെയ്യും. ഓക്കെ, ഒരു വാക്സ് ക്രിസ്റ്റൽ പോലെ ഫോം ചെയ്ത് അതൊരു ക്ലൗഡി അപ്പിയറൻസിൽ വരും. അതാണ് ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ക്ലൗഡ് പോയിന്റ്, പോർ പോയിന്റ് ഇതെല്ലാം ക്ലിയർ ആയല്ലോ. ഓക്കെ, next question, which battery is preferred for electric vehicle? അപ്പം ഇലക്ട്രിക് വെഹിക്കിളിന് യൂസ് ചെയ്യുന്ന ഏത് ബാറ്ററിയാണ്? ലിഥിയം അയോൺ ബാറ്ററീസ് ആണ് ഇലക്ട്രിക് വെഹിക്കിളിന് പ്രിഫേർഡ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അതിന് ഹൈ എനർജി പെർ യൂണിറ്റ് മാസ് ആണ് മറ്റേ ബാറ്ററികൾ അല്ലെങ്കിൽ ലെഡ് ബാറ്ററി, സോഡിയം, നിക്കൽ, കാഡ്മിയം ബാറ്ററീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഹൈ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഉള്ളത് ലിഥിയം അയോൺ ബാറ്ററിക്കാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Coefficient of performance can be expressed by which equation? COP എന്ന് പറഞ്ഞാൽ coefficient of performance ആണ്. Coefficient of performance of refrigerator എന്ന് പറയുന്നത് എന്താണ്? Refrigeration effect or refrigerating effect divided by work input ആണ്. Okay, so option B ആണ് നമ്മുടെ ആൻസർ. Next question, on a psychrometric chart the adiabatic process follows. Okay, അപ്പം ഒരു അഡിയബാറ്റിക് കൂളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്രോമെട്രിക് പ്രോസസ് ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? കൂളിംഗ് ഓഫ് എയർ വിത്തൗട്ട് ഹീറ്റ് ലോസ് ഓർ ഗെയിൻ ആണ് ഈ സൈക്കോമെട്രിക് പ്രോസസ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻസിബിൾ ഹീറ്റ് ലോസ് ബൈ എയർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ലേറ്റന്റ് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇൻ വാട്ടർ വേപ്പറിൽ. ഓക്കെ, അപ്പോൾ ഈ അഡിയബാറ്റിക് കൂളിംഗ് എന്ന് പറയുന്നത് എന്താണ്? എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പം കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻസ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. A pump is to deliver 1000 liters per minute of water at a head of 120 meter. If the pump efficiency is 50%, what is the brake power of motor required to drive the pump? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, ഹെഡ് തന്നിട്ടുണ്ട്, എഫിഷ്യൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലോ റേറ്റ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1000 liters per minute എന്ന് എഴുതാം. 1000 liters per minute 1000 into 10 to the power minus 3 meter cube per minute. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് 1 meter cube per minute എന്ന് എഴുതാം. അതിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/60 meter cube per second എന്നാകും എന്ത്? നമ്മുടെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ഹെഡ് ആണ്. ഹെഡ് 120 meters തന്നിട്ടുണ്ട്. പിന്നെ പമ്പ് എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നേക്കുന്നത്? 50% ആണ്. അപ്പം നമുക്കതിനെ 0.50 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി വാട്ടർ പവറിന്റെ ഇക്വേഷൻ എന്താണ്? വാട്ടർ പവറിന്റെ ഇക്വേഷൻ ഗാമ ക്യൂ എച്ച് എന്നാണ്. ഓക്കെ, ഗാമ ക്യു എച്ച് അല്ലെങ്കിൽ റോ ജി ക്യു എച്ച് എന്ന് പറയാം. ഗാമ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു ജി എന്ന് വരും. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m3, ജി 9.81. നമുക്കപ്പോൾ ഗാമ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? ഗാമ എന്ന് പറയുന്നത് 9.81 kN/m3 എന്ന് എഴുതാം. അല്ലെങ്കിൽ 9810 Nm/m3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം വാട്ടർ പവർ എത്ര വരും? വാട്ടർ പവർ എന്ന് പറയുന്നത് 9810 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 1/60 ആണ്, എച്ച് എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ വാട്ടർ പവർ നമുക്ക് കിട്ടുന്നത് 19,620 വാട്ട്സ് എന്നാണ് കിട്ടുന്നത്. അതിനെ ഞാൻ കിലോ വാട്ടിലോട്ട് മാറ്റുവാണെങ്കിൽ 19.620 കിലോ വാട്ട് ആണ് എൻ്റെ വാട്ടർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ബ്രേക്ക് പവർ ഓഫ് മോട്ടർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ബ്രേക്ക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പവർ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. വാട്ടർ പവർ 19.620, എഫിഷ്യൻസി 0.50. ആൻസർ വരുന്നത് 39.39
to 4 kilowatts ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷനിൽ നമുക്ക് 40 kilowatts ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Which device is the driven member of a clutch? Okay, അപ്പൊ ഏത് ഡിവൈസ് ആണ് ഡ്രിവൺ മെമ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ക്ലച്ചിന്റെ? ഓപ്ഷൻ സി പ്രഷർ പ്ലേറ്റ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം പ്രഷർ പ്ലേറ്റ് എന്ത് ചെയ്യും? ഒരു ഡ്രിവൺ മെമ്പർ ഓഫ് എ ക്ലച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ പ്രഷർ പ്ലേറ്റ് presses the clutch plate അല്ലെ? പ്രഷർ പ്ലേറ്റ് presses the clutch plate against flywheel by pressure of springs. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. In a 4 rolling mill, there are 4 rolls out of which. Okay, അപ്പം 4 rolling mill ആണെങ്കിൽ 2 rolls ഉണ്ട് which are in direct contact with workpiece ആയിരിക്കും. Other 2 rolls എന്ന് പറയുന്നത് നമ്മൾ ബാക്കപ്പ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഈ 2 റോൾസ്, അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് വർക്ക് പീസ് വരുന്ന 2 റോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കപ്പ് റോൾസിനെക്കാട്ടിലും സ്മോളർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വർക്കിംഗ് റോൾ എന്നാണ് പറയുക. ഓക്കെ, ഇനി ബാക്കപ്പ് റോൾസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബാക്കപ്പ് റോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്മോളർ റോൾസിന്റെ ഡിഫ്ലക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കപ്പ് റോൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഫ്റ്റ് സോൾഡർ കൺസിസ്റ്റ് ഓഫ്. ഓക്കെ, അപ്പൊ സോഫ്റ്റ് സോൾഡറിന്റെ കാര്യം ഉദ്ദേശിക്കുന്നത്. സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സോൾഡറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സോൾഡറിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് മെറ്റാലിക് മെറ്റീരിയൽസ് ആർ ജോയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ ലിക്വിഡ് മെറ്റൽ. ഈ ലിക്വിഡ് മെറ്റലിനാണ് നമ്മൾ എന്ത് പറയാ? സോൾഡർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സോൾഡറിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സോഫ്റ്റ് സോൾഡർ ആണ്, മറ്റേത് ഹാർഡ് സോൾഡറിംഗ് ആണ്. ഓക്കെ, അപ്പം സോഫ്റ്റ് സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് മെറ്റൽ തന്നെയാണ്, പക്ഷെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടിൻ ലെഡ് സോൾഡേഴ്സ് ആണ്. ഓക്കെ, അപ്പം ടിൻ ലെഡ് സോൾഡർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അതിൽ ടിൻ എന്ന് പറയുന്നത് അറൌണ്ട് 63%, ലെഡ് എന്ന് പറയുന്നത് അറൌണ്ട് 37% വരാം. ഓക്കെ, ആൻഡ് ഇത് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, സോഫ്റ്റ് സോൾഡർ മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബിലോ 420 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി ടിന്നിന്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ കമ്പോസിഷൻ 63%, ലെഡ് അറൌണ്ട് 37% ആകുമ്പോൾ അവന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അറൌണ്ട് 183 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഹാർഡ് സോൾഡറിംഗ് എന്ന് പറയുമ്പോൾ ഹാർഡ് സോൾഡറിൽ എന്തൊക്കെയാണുള്ളത്? കോപ്പർ, സിങ്ക്, കാഡ്മിയം, പിന്നെ സിൽവർ. ഓക്കെ, ഇത്രയും മെറ്റീരിയൽസ് ആണ് ഉള്ളത്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 600 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, next question, the cutting tool in a milling machine is mounted on spindle, column, knee, arbor. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആർബർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, the full form of STL in roped prototyping. എന്താണ് ഫുൾ ഫോം ഓഫ് STL എന്ന് പറയുന്നത്? സ്ട്രീറ്റോ ലിത്തോഗ്രഫി ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു കോമൺ ഫയൽ ഫോമാറ്റ് ആണ്. റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഫയൽ ഫോമാറ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാ പർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത്? സ്ട്രീറ്റോ ലിത്തോഗ്രഫി, അതായത് 3D പ്രിന്റിങ്ങിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.